الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടവരും കൽപ്പിക്കപ്പെട്ടവരുമാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. ആ രൂപത്തിലുള്ള ജീവിതം നയിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം ആല ഇമ്രാനിലെ 67-68 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. നാം കഴിഞ്ഞ ആഴ്ച പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയുണ്ടായി. അത് ഹജ്ജ് നാം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം അത് നേതാവിനോടുള്ള ബന്ധം പുതുക്കലാണ് എന്ന് നാം പറയുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. ആ നേതാവ് ആര്? ആ നേതാവിനോടുള്ള നമ്മുടെ ബാധ്യത എന്ത്? ഇതിലേക്ക് വെളിച്ചം വീശുന്ന വിശുദ്ധ ഖുർആനിലെ അനവധി വചനങ്ങളിൽ 2 വചനങ്ങളാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. ആ നേതാവ് മറ്റാരുമല്ല, അള്ളാഹു തന്നെ ജനനേതാവ് എന്ന് വിശേഷിപ്പിച്ച, അള്ളാഹു തന്നെ പ്രഖ്യാപിച്ചതാണ് ജനനേതാവ്. ഇമാമുൻ ലിന്നാസ് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ നിന്നെ ജനങ്ങൾക്ക് നേതാവാക്കുന്നു. അള്ളാഹു വിശേഷിപ്പിച്ചതാണ് ഇമാമുന്നാസ്, ജനനേതാവ് എന്ന്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു, ചങ്ങാതിയായി കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച പരിശുദ്ധ ഖുർആനിലുടനീളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആവർത്തിച്ചു പറയുന്ന 2-3 വാക്കുകളുണ്ട്. ഒന്ന് ഹനീഫ്, മറ്റൊന്ന് മുസ്ലിം. ആവർത്തിച്ചു പറയുന്ന വാക്ക്. എവിടെ ഇബ്രാഹിം നബിയുടെ മാർഗത്തെക്കുറിച്ച് പറയുന്നുവോ തൊട്ടടുത്ത് ഇവ 2 വാക്കുകൾ നമ്മൾ കാണും. അങ്ങനെ അള്ളാഹു വിശേഷിപ്പിച്ച
ഒറ്റയ്ക്കൊരു പ്രസ്ഥാനം, ഒരു സമുദായം എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഖാനിത്തെന്നും ഷാക്കിറല്ലി അൻഉമിഹി എന്നും അവ്വാഹുൻ ഹലീം എന്നും ഒക്കെ ഒരുപാട് വിശേഷണങ്ങൾ ഈ നേതാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ നേതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയോടുള്ള ബന്ധം പുതുക്കൽ അള്ളാഹുവിന് സമ്പൂർണമായി സമർപ്പിച്ച മാതൃകയാണ് ഇബ്രാഹിം നബിയുടെ മാതൃക. ആ ഇബ്രാഹിം നബിയോടുള്ള ബന്ധം പുതുക്കുക, അദ്ദേഹത്തിലൂടെ യുഗാന്തരങ്ങളായി കൈവന്ന പൈതൃക സ്വത്ത് കേടുവരാതെ സൂക്ഷിക്കുക, അദ്ദേഹത്തെയും നമ്മെയും ഒന്ന് താരതമ്യ പഠനത്തിന് വിധേയമാക്കി ലോക മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടിയ തെറ്റുകളും വ്യതിയാനങ്ങളും എന്താണെന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അത് മനസ്സാ വാചാ കർമ്മണ തിരുത്താൻ തയ്യാറായി. അതുപോലെ തന്നെ ആ ആദർശ പിതാവിന്റെ പാതയിലേക്ക് മടങ്ങി വന്ന് ആ പാതയിൽ നിന്ന് ആത്മീയമായ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഏത് രംഗത്തും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെയും അതുപോലെ തന്നെ പരീക്ഷണങ്ങളെയും തടസ്സങ്ങളെയും അതിജയിച്ചുകൊണ്ട് വിജയശ്രീലാളിതരാകുവാൻ ആണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ സന്ദേശം അത് നമ്മളോട് പറയുന്നത്. അങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ, ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും ഒരു മഹാവാർഷിക സമ്മേളനത്തിന് ഈ പറയുന്ന അജണ്ടകൾ വെച്ചുകൊണ്ട്, ഈ പറയുന്ന കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മഹാവാർഷിക സമ്മേളനം നടത്തി എല്ലാ വർഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുതിയ മനുഷ്യരായി മടങ്ങിപ്പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഹജ്ജിനെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ അത് കേവലം ഒരു ചടങ്ങായി നമുക്ക് ഒതുക്കാൻ പറ്റുന്നില്ല. തന്നെയുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന്റെ അങ്ങേയറ്റം നമ്മളെ സ്മരിപ്പിക്കുന്ന ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളുടെ എല്ലാം പുനരാവർത്തനവും പുനരാവിഷ്കാരവുമാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിലൂടെ നാം മുസ്ലിം ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷത്തിലൊരിക്കൽ. അത് പരിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിന്ന് തവാഫ് തുടങ്ങുന്നതും ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്താൻ കഴിഞ്ഞാൽ തൊട്ടുമുത്തുന്നതും ആ തവാഫ് പൂർത്തിയാക്കുന്നതും അവിടെ നിന്ന് സഫയിലേക്ക് പോയി മർവയിലേക്ക് വന്ന് സഈ നടത്തുന്നതും മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ജംറകളിൽ കല്ലെറിയുമ്പോഴും ബലിമൃഗത്തെ അറുക്കുമ്പോഴും ഒക്കെ അതിനെല്ലാം ഒരുങ്ങുമ്പോൾ എല്ലാറ്റിലും നിഴലിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ഓർമ്മകൾ അല്ലെങ്കിൽ അതിന്റെ പുനരാവിഷ്കാരങ്ങൾ, അതിന്റെ അനശ്വരതയാണ് ശരിക്ക് ഹജ്ജിലൂടെ പ്രകടമാകുന്നത് എന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ അനുയായികൾ ആര്? ഇതാണ് ഞാൻ ഓതിവെച്ച വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനിൽ മില്ലത്ത് ഇബ്രാഹിം എന്ന പ്രയോഗം, ഇബ്രാഹീമിന്റെ മില്ലത്ത്, ഇബ്രാഹീമീ മില്ലത്ത് എന്ന പ്രയോഗം ഏതാണ്ട് 8ഓളം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടൊക്കെ ഒന്നുകിൽ മില്ലത്ത് അബീക്കും ഇബ്രാഹീമ അല്ലെങ്കിൽ മില്ലത്ത് ഇബ്രാഹീമ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളായിരിക്കും. അപ്പൊ ഇബ്രാഹിം നബിയുമായി ചേർത്തിട്ടാണ് ആ മില്ലത്തിന്റെ പ്രയോഗം വന്നിരിക്കുന്നത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യദൂതനായി അള്ളാഹു നിയോഗിച്ചയച്ചത് ആ ഇബ്രാഹിമി മില്ലത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി തന്നെയാണ്. ആ മില്ലത്ത് പ്രബോധനം ചെയ്യാൻ, ആ മില്ലത്തിന്റെ ഉയർച്ചയ്ക്ക്, അതിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിന്നാലെ വന്ന വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷം വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ആ മുഹമ്മദ് നബിയുടെ അനുചരന്മാരോടും അള്ളാഹു നിർദ്ദേശിക്കുന്ന ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാം. നബിയോട് നേരിട്ട് പറയുന്നുണ്ട്, അനിത്തബിഉ മില്ലത്ത ഇബ്രാഹിം, നീ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റുക. മൊത്തത്തിൽ നമ്മളോട് എല്ലാവരോടും പറയുന്നു, അനിത്തബിഉ മില്ലത്ത ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റുക. ഈ പ്രയോഗങ്ങൾ ഖുർആൻ ഇടനീളം നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിന് കാരണം? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ ഈ മനുഷ്യ സമൂഹത്തിൽ പ്രധാനമായും 3 വിഭാഗങ്ങളുണ്ട്.
നാലാമത്തെ വിഭാഗമായിട്ടാണ് നമ്മളെ കണക്കാക്കപ്പെടാറുള്ളത്. എന്ന് പറഞ്ഞാൽ ആ 3 വിഭാഗങ്ങൾ, ഒന്ന് യഹൂദന്മാരാണ്, 2 ക്രിസ്ത്യാനികളാണ്, 3 മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളാണ്. ഇവർ 3 അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം. അബ്രഹാം എന്നുള്ള പ്രയോഗത്തിലൂടെ അവര് സ്വന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുക ചരിത്രത്തിൽ. ആ രൂപത്തിൽ ഈ 3 വിഭാഗവും ഞങ്ങളുടെ ആളാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതിനുവേണ്ടി തർക്കിക്കുകയാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട് വേദക്കാരോട്, യാ അഹ്ലൽ കിതാബ് ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹിം, അല്ലയോ വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിമിന് വേണ്ടി തർക്കിക്കുന്നത് എന്ന് ഖുർആൻ അവരോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം വെറുതെ ആവില്ലല്ലോ, കാരണം അവകാശവാദം ഉന്നയിച്ചിട്ട് തന്നെയാണ്. ആ അവകാശവാദങ്ങൾക്കെല്ലാം ആകെ ഒറ്റ മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 വചനങ്ങളിലൂടെ, സൂറ ആല ഇംറാനിലെ 67, 68 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ആരാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇന്ന ഔലന്നാസ് മാ കാന ഇബ്രാഹിം, ആദ്യം തന്നെ പറയുകയാണ്, മാ കാന ഇബ്രാഹിം യഹൂദിയ്യം വലാ നസ്റാനിയ്യൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. 3 വിഭാഗത്തിനും അതിൽ മറുപടിയുണ്ട്. ആദ്യം തന്നെ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജൂതനായിരുന്നില്ല, വലാ നസ്റാനിയൻ ക്രിസ്ത്യാനിയുമായിരുന്നില്ല. പിന്നെ ആരായിരുന്നു അദ്ദേഹം? വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം ശുദ്ധ ഹൃദയത്തിന്റെ ഇർജുമാനസനായ, യാതൊരു വക്രതയും വളവുമില്ലാത്ത, വിശ്വാസരംഗത്ത് കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നു, മുസ്ലിമായിരുന്നു. അദ്ദേഹം പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു. എന്നിട്ട് ഈ 2 വിഭാഗങ്ങൾക്കും മറുപടി കൊടുത്തതിന് ശേഷം 3ാമത്തെ വിഭാഗത്തോട് വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളായിരുന്നില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരിൽപ്പെട്ടവരായിരുന്നില്ല. എന്നിട്ട് പറയാണ്, ഇന്ന ഔലന്നാസി ബി ഇബ്രാഹിം, എന്നാൽ ജനങ്ങളിൽ ഇബ്രാഹിമിനോട് ഏറ്റവും കൂടുതൽ അടുത്തവർ, ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ ആരാണ്? ഒന്ന് ലല്ലദീന തബഊഹു, ആ ഇബ്രാഹിമിനെ ആരാണോ പിൻപറ്റിയത് അവർ, ഇബ്രാഹിമിനെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചവരാരോ അവർ. പിന്നെ പറഞ്ഞു വഹാദൻ നബിയു, ഈ നബിയും അഥവാ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഈ പറയുന്ന വിഭാഗങ്ങളൊക്കെ മുഹമ്മദ് നബി പ്രവാചകനായി നിയോഗിതനായപ്പോൾ എതിർത്തിരുന്നവരാണ്, എല്ലാ അർത്ഥത്തിലും എതിർത്തവരാണ്, പ്രവാചകന്റെ നാശം സ്വപ്നം കണ്ടവരാണ്, പ്രവാചകന്റെ ആദർശത്തെ ഇല്ലായ്മ ചെയ്യാൻ കഠിന പ്രയത്നം നടത്തിയവരാണ് ഈ വിഭാഗങ്ങളെല്ലാം തന്നെ. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ പേരിലൊന്നും അവകാശപ്പെട്ടവനല്ല ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ യഥാർത്ഥ പിൻഗാമി അല്ലെങ്കിൽ യഥാർത്ഥ അനുയായി, 1 ഇബ്രാഹിം നബിയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവർ, 2 നിങ്ങൾ തള്ളിപ്പറയുന്ന ഈ പ്രവാചകനില്ലേ, ആ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ പിൻഗാമിയാണ്, പിൻപറ്റുന്ന ആളാണ്, അതിന്റെ അവകാശിയാണ്. 3ാമത് വല്ലദീന ആമനു, ഈ പ്രവാചകനിൽ വിശ്വസിച്ചുകൊണ്ട്, ആ പ്രവാചകനിൽ കൊണ്ടുവന്ന വിശ്വാസ പ്രമാണങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അഥവാ മുഅ്മിനുകൾ, വിശ്വാസികൾ, നമ്മൾ ഓരോരുത്തരും. വല്ലദീന ആമനു വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു വിശ്വാസികളുടെ വലിയാണ്, രക്ഷാധികാരിയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്ത് കൃത്യമായ മറുപടിയാണ്! അവകാശവാദം കൊണ്ട് കാര്യമില്ല. ആരായിരുന്നുവോ ഇബ്രാഹിം, ആ ഇബ്രാഹിമിനെ എങ്ങനെ മനസ്സിലാക്കിയോ, ആ മനസ്സിലാക്കിയതനുസരിച്ച് ആര് ജീവിക്കുന്നുവോ അവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവകാശി. അല്ലാതെ യഹൂദനോ നസ്രാനിയോ മുശ്രിക്കോ ഒന്നുമല്ല എന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയാണ്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഇസ്ലാമിക ദഅവത്തുമായി അള്ളാഹുവിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാചകനെ എതിർത്തവരിൽ മുന്നിൽ നിന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. ആ മുശ്രിക്കുകളൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണെന്ന്. വെറുതെ അവർ പറഞ്ഞതല്ല, ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആൾക്കാർ. ആ ഇബ്രാഹിമിന്റെ ആൾക്കാരായ ഞങ്ങളെ ഇതൊക്കെ പറഞ്ഞ് തിരുത്താൻ നിനക്കെന്ത് അവകാശം?
എന്ന് ചോദിച്ചതിനും കൂടി മറുപടിയാണ് വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നുള്ളത്. ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹീമ ലല്ലദീന തബഉഹു വഹാദൻ നബിയ്യു എന്ന മറുപടിയും വളരെ കൃത്യമായി അതിനുള്ളതാണ് എന്ന് നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. അങ്ങനെ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് ആരാണ് ഇബ്രാഹീമിന്റെ യഥാർത്ഥ അനുയായികൾ എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ എപ്പോഴും ഓർക്കാനും അനുസ്മരിക്കാനും ആ അങ്ങേറ്റത്തെ ത്യാഗപൂരിതമായ ജീവിതം ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ പകർത്തുവാനും പ്രേരകമാകുന്ന നിലയിലുള്ള എത്രയോ നിർദ്ദേശങ്ങളാണ് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയുക. ഏറ്റവും കൂടുതൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹറമുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കഅബയും മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുമ്പോൾ അതിലേക്ക് ഏറ്റവും ആദ്യം 2 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച ഒരു വാക്കുണ്ട്. അത് മഖാമു ഇബ്രാഹിമാണ്. ഇബ്രാഹിം മഖാം ഖുർആൻ 2 സ്ഥലങ്ങളിലാണ് അത് പറഞ്ഞത്. ഒന്ന് ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. കഴിഞ്ഞ ആഴ്ച ആ വചനമാണ് വിശദീകരിച്ചത് നാം. അതിൽ വ്യക്തമായ പ്രകടമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിലൊന്ന് മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞു. മറ്റൊന്ന് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിമിന്റെ മഖാം നിങ്ങൾ നമസ്കാര സ്ഥലമായി സ്വീകരിക്കണം എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ. മഖാമു ഇബ്രാഹിം എന്ന പ്രയോഗം എത്ര കാലം എന്നൊക്കെ ഖുർആൻ നിലനിൽക്കുന്നുവോ അത്രയും കാലം ആ പ്രയോഗമുണ്ടാകും. അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് അനുധാവനം ചെയ്യും. നമുക്കറിയാം, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും പഠിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്ന വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം. ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫതാഫ ബിൽ ബൈത്തി സബ്അൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനായിട്ട് വന്നു. എന്നിട്ട് കഅബ തവാഫ് ചെയ്തു 7 പ്രാവശ്യം. എന്നിട്ട് വസല്ല ഖൽഫൽ മഖാം, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിച്ചു. റക്അത്തൈനി 2 റക്അത്ത്. സുമ്മ ഖറജ ഇല സഫ, പിന്നെ സഫയിലേക്ക് പോയി. ഇതാണല്ലോ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നാം ചെയ്യുന്നതും ഉംറക്ക് പോകുമ്പോഴും ചെയ്യുന്നത് തന്നെയല്ലേ. ആദ്യം കഅബ തവാഫ്, അത് കഴിഞ്ഞതിന് ശേഷം സഫയുടെയും മർവയുടെയും ഇടയിലുള്ള സഈയിലേക്ക് മാറുക. അതിനു മുമ്പ് ആ മഖാമിന്റെ പിന്നിൽ 2 റക്അത്ത് നമസ്കാരം, തവാഫിന്റെ 2 റക്അത്ത് നമസ്കാരം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ നിലയിൽ മഖാമു ഇബ്രാഹിം എന്നുള്ള പ്രയോഗം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, തീരുന്നില്ല. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ 5 നേരം നമസ്കരിക്കുന്ന നമസ്കാരം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തണമെങ്കിൽ നമ്മൾ സാധാരണയായി പറയാറുള്ള ഇബ്രാഹിമി സലാത്തു ഇബ്രാഹിമി സലാത്ത് എന്ന് വിശേഷിപ്പിക്കാറുള്ള അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന, ആ പ്രവാചകന് വേണ്ടിയുള്ള സലാത്ത്, അത് പൂർത്തിയായി ചെല്ലാതെ നമ്മളുടെ നമസ്കാരം പൂർത്തിയാവുകയില്ല. മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ അത് നാം ചെല്ലേണ്ടതുണ്ട്. പ്രവാചകന് വേണ്ടി സലാത്ത് ചെല്ലുമ്പോഴൊക്കെ ഇബ്രാഹിം എന്നുള്ള വാക്ക് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലദീന ആമനു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് ആ പ്രവാചകന്റെ അനുയായികളായി ജീവിക്കുന്നതാരോ അവരും ഇബ്രാഹിം നബിയുമായി ഏറ്റവും അവകാശപ്പെട്ടവരാണ്. ഇത് പറയാൻ വേറെ ആരുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇനി മഖാമു ഇബ്രാഹിം എന്ന പ്രയോഗം ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായും 2 വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ഒട്ടുമുക്ക മുഫസ്സിറുകളും പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ഏതെങ്കിലും ഒരു അഭിപ്രായത്തോട് ചായാനല്ല പറയുന്നത്, അവർ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. മഖാമു ഇബ്രാഹിം എന്ന വാക്കിന്റെ അർത്ഥം ഇബ്രാഹിം നിന്ന സ്ഥലം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹറമിൽ മുഴുവൻ നിന്നിട്ടുണ്ട്, അറഫയിൽ നിന്നിട്ടുണ്ട്, മുസ്ദലിഫയിലുണ്ട്, മിനയിലുണ്ട്. അപ്പൊ ഇതൊക്കെ മഖാമു ഇബ്രാഹിമിൽ പെട്ടതാണ് എന്ന് അഭിപ്രായം പറയുന്ന മുഫസ്സിറുകളെ, ചരിത്രകാരന്മാരെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ചില വ്യാഖ്യാതാക്കളും ചരിത്രകാരന്മാരും വ്യക്തമാക്കുന്നത് കഅബയുടെ വാതിലിന്റെ മുമ്പിൽ നിന്ന് അല്പം ദൂരത്തായി വലത്തുഭാഗത്ത് മാറി ഒരു പളുങ്ക് കൂടാരത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു ശില, അതാണ് മഖാമു ഇബ്രാഹിം എന്ന് ശിലാഫലകം, അതാണ് മഖാമു ഇബ്രാഹിം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് അവിടെ സന്ദർശിച്ച എല്ലാവർക്കും അത് ബോധ്യപ്പെടുന്ന കാര്യം കൂടിയാണ്. തന്നെയുമല്ല, ഈ ശിലയിൽ കയറി നിന്നാണത്രേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പടുത്തുയർത്തിയത്. അപ്പൊ ആ ശില ആ നിലയിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് അല്ലാമ ഇബ്നുൽ ജൗസിയെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നത്,
ഒരു കെട്ടിടത്തിന്റെ ശിലാന്യാസം നടത്തുന്ന വ്യക്തിയുടെ പേര് വിവരങ്ങൾ ആ ശിലാന്യാസത്തിൽ രേഖപ്പെടുത്തുന്നത് പോലെ ഈ ശിലാഫലകം സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് അല്ലാമ ഇബ്നുൽ ജൗസി അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും നാം മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ പരിശുദ്ധ കഅബയുടെ വാതിലിന്റെ അടുക്കലായി ആ വെച്ചിരിക്കുന്ന പളുങ്കു കൂടാരത്തിൽ വെച്ചിരിക്കുന്ന അതിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അതിൽ പാദങ്ങൾ കാണുന്ന അതിനാണ് മഖാമു ഇബ്രാഹിം. അതിന്റെ അടുക്കൽ നമസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നേർക്ക് നേരെ അതിന്റെ അടുത്ത് നമസ്കരിക്കുക എന്നുള്ള നിലപാട് വരുന്നു. അതല്ല, ഇവിടൊക്കെ എവിടെ ആ പ്രദേശങ്ങൾ എവിടെ നമസ്കരിച്ചാലും ആ നമസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും എന്നുപോലും വ്യാഖ്യാനിക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ഇക്കാര്യങ്ങൾ എത്തുന്നു. അപ്പൊ മഖാമു ഇബ്രാഹിമുമായിട്ടുള്ള ബന്ധം ആ നിലയിൽ തുടരും. ലോക മുസ്ലിമീങ്ങളും ആ കഅബയും നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് വേറൊരാൾക്കും അവകാശപ്പെട്ടതല്ല, അതിന് മാത്രമേ അവകാശമുള്ളൂ. ഇനി മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയുമ്പോൾ മില്ലത്ത് ഇബ്രാഹിമിന്റെ കാതൽ എന്താണ് എന്നതിലേക്ക് നാം ഒന്ന് നോക്കേണ്ടതുണ്ട്. വിശദീകരിക്കുന്നില്ല. മില്ലത്ത് ഇബ്രാഹിമിന്റെ കാതൽ ശുദ്ധമായ തൗഹീദാണ്. കളങ്കമില്ലാത്ത യാതൊരു തരത്തിലും ശിർക്കിന്റെ ലാഞ്ചനയില്ലാത്ത ശുദ്ധമായ തൗഹീദാണ് ഇബ്രാഹിം ഈ മില്ലത്തിന്റെ ഏറ്റവും കാതൽ എന്ന് നാം തിരിച്ചറിയുക. വിശുദ്ധ ഖുർആൻ സൂറ മുംതഹിനയിലെ 4-ാമത്തെ വചനത്തിലൂടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. വഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. തീർച്ചയായും ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വല്ലദീന മഅഹു, ഇബ്രാഹിം നബിയോടൊപ്പമുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട്. ഇത് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ ആരാധിക്കുന്നുവോ അവയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്. കഫർനാ ബിക്കും വബദ, നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആ കാഴ്ചപ്പാടിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാഉ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ നിങ്ങളുമായി നമുക്ക് വിദ്വേഷവും പകയും ശത്രുതയും വെളിവായിരിക്കുന്നു, പ്രകടമായിരിക്കുന്നു ഈ വിഷയത്തിൽ എന്ന് കൃത്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. അതായിരിക്കണം ഇബ്രാഹിം ഇല്ലത്തിന്റെ കാതൽ. അതനുസരിച്ച് അതാണ് നമ്മൾ അനുധാവനം ചെയ്യേണ്ടത് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചുള്ള ഈ പ്രഖ്യാപനം ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രയോഗവും ഒക്കെയാണ് ഇബ്രാഹിം നബിയുടെ കാലത്തുണ്ടായിരുന്ന നമ്രൂദിനെ അസ്വസ്ഥനാക്കുകയും അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അഗ്നികുണ്ഡത്തിലിട്ട് ഭസ്മമാക്കി കളയാമെന്ന് ധരിക്കുകയും അതിനൊരുങ്ങുകയും ഒക്കെ ചെയ്തത് എന്ന് ചരിത്രം നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വചനങ്ങൾ മാത്രം പറയാം. അതിന്റെ എണ്ണം മാത്രം, അത് ഏത് സൂറത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രം വിശദീകരിക്കുന്നില്ല. ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരുന്ന സാഹചര്യം, ചുറ്റുപാട് വിഗ്രഹാരാധനയുടെ അങ്ങേയറ്റം, സചേതനവും അചേതനവുമായ സർവ്വതിന്റെയും മുമ്പിൽ കൂപ്പുകുത്തി വീണ, അല്ലെങ്കിൽ അതിനെ മുഴുവൻ സമർപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു ജനത, അതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണാധികാരി, അതേപോലെ തന്നെ അതിനു വേണ്ട എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്ന പിതാവ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ഒക്കെ ചിന്തയെ തട്ടി ഉണർത്തുന്ന നിലയിൽ സചേതനവും അചേതനവുമായ അല്ലാഹുവല്ലാത്ത ഒരു സൃഷ്ടിക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തിയ 2 സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സന്ദർഭം സൂറ അൻആമിലെ 74 മുതൽ 79 വരെയുള്ള വചനങ്ങളാണ്. നോട്ട് ചെയ്യുക, മനസ്സിൽ സൂക്ഷിക്കുക, എന്നിട്ട് എടുത്തു നോക്കുക ആ ചരിത്ര സംഭവം. 74 മുതൽ 79 വരെയുള്ള വചനങ്ങൾ, അതിന്റെ സാരം ഇങ്ങനെയാണ്. നക്ഷത്രം ഉദിക്കുന്നു. ആ നക്ഷത്രം ഉദിക്കുമ്പോൾ അതിലേക്ക് നോക്കിയിട്ട് ഇബ്രാഹിം നബി പറയുന്നു, ഇതാണ് എന്റെ റബ്ബ്. അത് അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി പറയുന്നു, ഇങ്ങനെ അസ്തമിച്ചതിനെ ഒരിക്കലും എനിക്കിഷ്ടമല്ല, ഇങ്ങനെ അസ്തമിച്ചു പോകുന്നതിനെ, ഇല്ലാതായി പോകുന്നതിനെ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ചന്ദ്രൻ ഉദിച്ചപ്പോൾ ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. അതസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിൻ, എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിട്ടില്ല എങ്കിൽ ഞാൻ പിഴച്ചവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് പറഞ്ഞു. അതിനുശേഷം സൂര്യൻ ഉദിച്ചത് ഇങ്ങനെ വലുതായി പ്രഭ ചൊരിഞ്ഞിങ്ങനെ
ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇതാണ് എന്റെ റബ്ബ്. നിങ്ങൾ ചെയ്യുന്ന ഈ കൈ കൊണ്ട് ചെത്തി ഉണ്ടാക്കുന്ന ഇതിനൊന്നുമല്ല, ഇതാണ് എന്റെ റബ്ബ്. പക്ഷേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, എന്റെ ജനങ്ങളെ, ഞാൻ നിങ്ങൾ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇതാണ് പ്രിയമുള്ളവരെ ഇബ്രാഹിമി മില്ലത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല ആരാധനക്കർഹതയുള്ളത്, അള്ളാഹു മാത്രമാണ്. നമ്മൾ 5 നേരവും കൈകെട്ടി നിന്നുകൊണ്ട് ആദ്യമായി പറയുന്ന ദുആഉൽ ഇസ്തിഫ്താഹില്ലേ, അതിന്റെ ഉറവിടം ഇതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നേർക്കുതാ എന്റെ മുഖത്തെ ഞാനിതാ തിരിച്ചിരിക്കുന്നു, ഇതിന്റെ ഒന്നും ഒപ്പം ഞാനില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏകദൈവ വിശ്വാസത്തിനും ആരാധനയ്ക്കും തൗഹീദിനും വേണ്ടി പ്രഖ്യാപിച്ച, ചിന്തിപ്പിച്ച വചനങ്ങളാണ് ഞാനും നിങ്ങളും കൈകെട്ടി നിന്നുകൊണ്ട് പറയുന്നെന്നുള്ള ബോധമെങ്കിലും നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഹനീഫും ആയിട്ടാണ് ഞാൻ അള്ളാഹുവിന്റെ നേർക്ക് തിരിയുന്നത്, എന്റെ മനസ്സിൽ വേറൊന്നുമില്ല. വമാന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ലേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ആ രംഗം ചിന്തിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷെ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എപ്പോഴും അങ്ങനെയാണ്. ഈ അന്ധവിശ്വാസങ്ങളും ഇതുപോലെ തന്നെയുള്ള മാമൂലുകളും ഇങ്ങനെയുള്ള കെട്ടുകഥകളും ഒക്കെ വിശ്വസിച്ചു പോകുന്ന ആളുകളുടെ മനസ്സുകളിലേക്ക് എന്ത് നാം ഇട്ടുകൊടുത്താലും ശരി, അത് ഉൾക്കൊള്ളാൻ അവരുടെ ഹൃദയം പാകപ്പെടൂല. കാരണം അത്ര മരവിച്ചു പോയിട്ടുണ്ടാകും അത്. ആധുനിക ലോകത്ത് ഇന്ന് തന്നെ പോലെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ ഉന്നതരായ ഭരണാധികാരികൾ പോലും അവർ നഗ്നരാണെങ്കിൽ പോലും അവരുടെ മുമ്പിൽ പോയി കുമ്പിടുന്ന എത്രയോ മോശമായ, എത്രയോ പരിഹാസ്യമായ അവസ്ഥാവിശേഷമാണ് ഇന്ന് ലോകത്ത്, സമൂഹത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ രംഗത്ത് ഇബ്രാഹിം നബി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, യുഗാന്തരങ്ങളായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന പാരമ്പര്യം, ആ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ആദർശ പിതാവിന്റെ പാത എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുവാനുള്ള ആഹ്വാനവും പ്രതിജ്ഞയും പ്രഖ്യാപനവുമാണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. വെറുതെയല്ല എന്ന് നാം മനസ്സിലാക്കുക. ഒന്നിതാണെങ്കിൽ രണ്ടാമത് നാം കാണുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ് ആസർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവനും അതിന്റെ പൂജാരിയും ഒക്കെ ആയിരുന്ന ആളാണ്. ആ പിതാവിന്റെ മകനായിട്ടാണ് ഇബ്രാഹിം ജനിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക എന്തായിരിക്കും അവസ്ഥാവിശേഷം എന്നുള്ളത്. അവിടെ നിന്ന് ഇബ്രാഹിം നബി അനുഭവിച്ച ത്യാഗത്തിന് കയ്യും കണക്കുമില്ല. രാജാവിന്റെ കോലം ഇങ്ങനെ, തന്റെ സ്വന്തം പിതാവ് ഇങ്ങനെ, നാട്ടുകാരിങ്ങനെ, അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് പടവെട്ടിയത് എന്നുള്ള. അതുകൊണ്ടാണ് ഇന്ന ഇബ്രാഹിം ഖാന ഉമ്മത്തൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് വെറുതെയല്ല. ആ ഇബ്രാഹിം നബി തന്റെ പിതാവ് അടക്കമുള്ള ആൾക്കാരോട് ചിന്താപരം അവരെ ചിന്തിപ്പിക്കുന്ന നിലയിൽ പറയുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. അത് 21-ാം അധ്യായമായ സൂറത്തുൽ അംബിയായിലെ 51 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ്. വിശദീകരിക്കുന്നില്ല. അതിലേറ്റവും പ്രധാനമായ ഒരു ചോദ്യവും ഒരു ഉത്തരവും അവർ മുട്ടുമടക്കിയതുമായ ഭാഗം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. അവിടെ മറ്റൊന്നുമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഗ്രഹങ്ങളെ ഒക്കെ തകർത്തു കഴിഞ്ഞതിന് ശേഷം വലിയ വിഗ്രഹത്തെ മാത്രം ഒഴിവാക്കി ഇരുത്തിയിട്ട് അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയാണത്. എന്നിട്ട് അവർ ഇങ്ങനെ വന്ന് ആലോചിക്കേണ്ടത് ആരായി ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നൊരു മറുപടി വരുന്നുണ്ട്. ഇതിനെയൊക്കെ വിമർശിച്ച് നടക്കുന്ന പിന്നെ ഇബ്രാഹിം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അവനായിരിക്കാനാണ് സാധ്യത, വേറെ ആരും ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ഇബ്രാഹിം നബിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? അന്ത ഫഅൽത ഹാദാ ബിആലിഹത്തിനാ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നീയാണോ ഞങ്ങളുടെ ഇലാഹുകളെ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ മറുപടി, ബൽ ഫഅലഹു കബീറുഹും ഫസ്അലൂഹും ഇൻ കാനൂ യന്തിഖൂൻ. എന്തിനാ കൂടുതൽ പറയേണ്ടത്? എന്തിനാ കൂടുതൽ വിശദീകരിക്കേണ്ടത്? ഒറ്റ മറുപടി, ബൽ ഫഅലഹു കബീറുഹും, അവരിലെ വലിയവനായിരിക്കും ചെയ്തത്, അവൻ അവിടെ ഇരിപ്പില്ലേ. ഫസ്അലൂഹും, അവരോട് തന്നെ ചോദിക്ക്. ഇൻ കാനൂ യന്തിഖൂൻ, വല്ലതും നിങ്ങൾക്ക് പറഞ്ഞു തരുമെങ്കിൽ ചോദിക്കവറ്റകളോട്. വല്ലതും പറയാൻ കഴിയോ? അപ്പൊ അവര് നിരാശരായി ഇബ്രാഹിം നബിയോട് പറയുകയാണ്, നിനക്കറിയാലോ മാഹാഉലായി യന്തിഖൂൻ, ഇവറ്റകളൊന്നും മിണ്ടൂല, നിനക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബിയുടെ ഒരു മറു ചോദ്യമുണ്ട്. അഫതഅബുദൂന മിൻ ദൂനില്ലാഹ്,
അള്ളാഹുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് അവന് പുറമെ നിങ്ങൾ ആരാധിക്കുകയോ മാലായൻ ഫഴുക്കും ചെയ്യാൻ നിർറുക്കും, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത, നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യാത്ത ഇതിനെയോ നിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് മുട്ടുമടക്കിയത്, ഉത്തരം മുട്ടിയത്. ഒറ്റ പണിയേ ഉള്ളൂ, ഇനി ഇവൻ ജീവിച്ചിരുന്നു കൂടാ, ഹരിഖൂഹു, ഇവനെ ചുട്ടുകരിക്ക്, വൻസുറു ആലിഹത്തക്കും, എന്നിട്ട് നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്ക്. എത്ര പരിഹാസ്യമായ വാക്ക്! നിങ്ങളുടെ ദൈവങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അതല്ലേ പ്രിയമുള്ളവരെ നമ്രൂദിന്റെ അഗ്നികുണ്ഡം? നോക്കുക, ഇതാണ് പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിന്റെ ഏറ്റവും പ്രധാനമായ വശം സംശുദ്ധമായ, കുറ്റമറ്റ, കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അതാണ് നമുക്ക് ഏറ്റവും അടിത്തറയായി നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ തൗഹീദിന്റെ വിളംബരമായി അള്ളാഹു അല്ലാത്തവരെ ആരുടെയിലേക്കും മനസ്സ് പോകരുത് എന്നുള്ള നിലയിൽ കൃത്യമായി പഠിപ്പിച്ചു വെക്കുന്നത് എന്നുകൂടി. അത് ഹജറുൽ അസ്വദിനോടും പാടില്ല, കഅബയുടെ കില്ലയോടും പാടില്ല, ഒരു സ്ഥലത്തോടും പാടില്ല, ബദറിലെ മണ്ണിനോടും പാടില്ല, ഉഹദിലെ അവിടെ ഉള്ള ഖബറിന്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന കെട്ടിയിരിക്കുന്ന ഇരുമ്പ് കമ്പികളോടും പാടില്ല, ഒന്നിനോടും പാടില്ല. ബഖീഉൽ ഗർഖദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സഹാബത്തിനോടും പാടില്ല. അതൊന്നുമില്ലാത്ത നിലയിൽ സംശുദ്ധമായ, കുറ്റമറ്റ തൗഹീദിന്റെ ഭൂമിയിൽ തൗഹീദിന്റെ ആ പാദമുദ്ര പതിഞ്ഞ ആ സ്ഥലങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് എന്ന് കൃത്യമായി ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, ആ മില്ലത്ത് അനുധാവനം ചെയ്യുന്നവർക്കാണ് ഏത് രംഗത്തും വിജയം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയ സംഭാവന എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ടതും നമ്മൾ തിരുത്താൻ തയ്യാറാകേണ്ടതും ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ഏതൊക്കെയാണോ മാറ്റേണ്ടത് ആ മാറ്റത്തിന് തയ്യാറാകുന്നതിലൂടെ മാത്രമേ ആ മില്ലത്തിന്റെ അവകാശികൾ എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചേരാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഇബ്രാഹിമി മില്ലത്ത്, ഹനീഫി മില്ലത്ത് ജീവിച്ചു, ഇബ്രാഹിം നബിയുടെ ഹനീഫിയ മതം, ആ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയുടെ ഒപ്പമുള്ളവരും ഈ പ്രവാചകനും ആ പ്രവാചകനിൽ വിശ്വസിച്ചവരുമാണ് ഇബ്രാഹിം നബിയോട് ഏറ്റവും അവകാശപ്പെട്ടവർ എന്ന് ഖുർആൻ പറഞ്ഞു വെച്ച ആ ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടാൻ ഈ നാളുകളിൽ നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനകളും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളും ഉൾപ്പെടെ എല്ലാവരും കൂട്ടായി ചിന്തിച്ച് മനസ്സിലാക്കി അങ്ങനെ കുറ്റമറ്റ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവൃത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഇബ്രാഹിം നബിയെക്കുറിച്ചും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തെക്കുറിച്ചും ഒക്കെ നാം പ്രതിപാദിക്കുമ്പോൾ ഓർക്കുമ്പോൾ ദുൽഹജ്ജ് മാസത്തിലെ കർമ്മങ്ങളിൽ അതിപ്രധാനമായ ഒരു കർമ്മത്തെക്കുറിച്ച് നാം ഒരുങ്ങാനുള്ള സന്ദർഭമായിരിക്കുന്നു എന്നുണർത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഉദ്ഹിയ്യത്താണ്. അന്ന് നാം ആഘോഷിക്കുന്ന ആ സന്ദർഭത്തിൽ നാം ആഘോഷിക്കുന്ന പെരുന്നാളിന്റെ പേര് തന്നെ ഈദുൽ അദ്ഹ എന്നാണ്, ബലി പെരുന്നാൾ എന്നാണ്. ആ ഉദ്ഹിയ്യത്തിന് ഒരുങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു, ഉണർത്തുന്നു എന്ന് മാത്രം. കാരണം അതിന്റെ തലേ ദിവസം പോയി ഉരുവിനെ അന്വേഷിച്ചാലും മൃഗത്തെ അന്വേഷിച്ചാലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരുങ്ങണം, അഥവാ ദുൽഹജ്ജ് 1 മുമ്പ് അതിന് ഒരുങ്ങിയിരിക്കണം. അതിന് പാകപ്പെട്ട ആൾക്കാരെല്ലാവരും, അതിന് കഴിയുന്ന ആൾക്കാരെല്ലാവരും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം മാത്രം, ഉദ്ഹിയ്യത്ത് നൽകാനുള്ള സാമ്പത്തികമായ കഴിവുണ്ടായിട്ട് അത് നൽകാതിരിക്കുന്നവൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഗൗരവപൂർവ്വം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലായി. നമ്മുടെ സാധാരണ അറിയാം, എല്ലാവർക്കും എല്ലാ വർഷവും ആവർത്തിക്കുന്നതാണല്ലോ, ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഒരു കുടുംബത്തിൽ ഒരാടിനെ അറുത്താൽ ആ കുടുംബത്തിന് ധാരാളം മതി. അതല്ല, ഒരാടിനെ സ്വന്തം അറുത്തു കൊടുക്കാൻ കഴിയുന്നതിനും ആടിനെ സ്വന്തം കഴിയുമോ അങ്ങനെ ചെയ്യുക.
മാടിനെ സ്വന്തം വറുത്തു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ 1 മുതൽ 7 പേര് വരെ ഷെയർ ചേർന്നിട്ടെങ്കിലും ഒരു ഉരുവിനെ അറുത്തു കൊടുക്കാനുള്ള നിർദ്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. മിക്കവാറും എല്ലാ മഹല്ലുകളിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. നമ്മളിവിടെ ഒരാടിന് 14,000 രൂപയും ഒരു ഷെയർ 10,000 രൂപയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ പ്രദേശത്തും എന്താണോ നിശ്ചയിക്കുന്നത് അതനുസരിച്ച് അതുമായി സഹകരിച്ച് അതിനൊരുങ്ങുക. നമ്മുടെ മനസ്സിലൊരു ഒരുക്കം ഉണ്ടാവുക, എനിക്ക് അത് ചെയ്യണം എന്നുള്ള നിലയിൽ അതിനുള്ള അവസരമായിരിക്കുന്നു. ഇബ്രാഹിമി മില്ലത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതും ഒരു വലിയ ഇബ്രാഹിമി ചരിത്രത്തിന്റെ ഒരാവിഷ്കാരം തന്നെയാണ് എന്നുകൂടി നാം മനസ്സിലാക്കുക. നമുക്കറിയാം അതിനെക്കുറിച്ച്, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അതിനൊരുങ്ങുക, ഉദഹിയത്തിന് വേണ്ടി സജ്ജരാവുക. ഓരോ പ്രദേശത്തും അതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. അതുമായി സഹകരിച്ചുകൊണ്ട് ആ സുന്നത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് ഉദഹിയത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ. അതേസമയം അത് സുന്നത്താണോ നിർബന്ധമാണോ എന്നുള്ള കാര്യത്തിൽ ചില ചർച്ചകളുണ്ട്. ഏതായിരുന്നാലും ഇത്ര ഗൗരവത്തോടു കൂടി പറയുമ്പോൾ ഇത്തിരി ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ ഏത് ബുദ്ധിയുള്ളവർക്കും കഴിയും. അതുകൊണ്ട് അതിനൊന്ന് ഒരുങ്ങുക, അതിന് സജ്ജരാവുക. അത് ഈ സന്ദർഭത്തിൽ നാം ഒരുങ്ങി അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തി ഉരുവിനെ കണ്ടെത്തി അത് തയ്യാറാക്കിയൊക്കെ നിർത്തി ഉള്ള അവസര സമയം. ദുൽഖഅദ് പിറന്നു ഏതാണ്ട് തീരാനാവും ഇപ്പൊ തന്നെ, ഉടനെ തന്നെ, അധിക ദിവസങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നമ്മളെ ഹജ്ജിന് പോകുന്നുണ്ട് ആൾക്കാർ നമ്മിൽ നിന്ന്. കുറെ പേര് പോയി, കുറെ പേര് പോകാനിരിക്കുന്നു. നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനമൊക്കെ പുറപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നാലും ശരി, നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഹജ്ജും കഴിഞ്ഞ് എല്ലാവരും ഇവിടെ തിരിച്ചെത്തും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പെരുന്നാൾ നമ്മുടെ മുമ്പിലേക്ക് വരും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഉദഹിയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പൊ അതുകൊണ്ടൊരു ഇച്ചിരി മുൻകൂട്ടി അതിനെക്കുറിച്ചൊന്ന് ഉണർത്തുന്നു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തി സംശുദ്ധ ജീവിതം നയിച്ച് കുറ്റമറ്റ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്രാഹിമി മില്ലത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പൂർണ്ണമായും പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന ഒരു സഹോദരനും അതുപോലെ വളരെ പ്രയാസത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന സഹോദരിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശസ്ത്രക്രിയ വിജയപ്രദമാക്കി കൊടുക്കുകയും രോഗം കൊണ്ട് വിഷമിക്കുന്ന സഹോദരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുർബലരായ മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മിമ്പറിൽ നിന്ന് നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മഴ ശക്തമായി. ഇപ്പോൾ മഴ മാറാനെ കുറിച്ചുള്ള ആലോചനയാണ് നമ്മളുടെയൊക്കെ മനസ്സിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ എത്ര ദുർബലരാണ്. അതുകൊണ്ട് ദുർബലരായ നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയുന്ന കാര്യത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അവനോടല്ലാതെ പറയാനില്ല. തരാനും പറയേണ്ടത് അവനോടാണ്. ഇനി കൂടുതലായാൽ അകറ്റെന്ന് പറയാനുള്ളതും അവനോട് മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ദുർബലരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവാണ് വലിയ, അള്ളാഹുവാണ് ഹമീദ്, അള്ളാഹുവാണ് ഖദീർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനിലേക്ക് തിരിയുക. എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും അവൻ അതിന് പരിഹാരം കാണും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന മഴ നിമിത്തം ഉണ്ടാകാവുന്ന സർവ്വ കെടുതികളിൽ നിന്നും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല അവസ്ഥ അള്ളാഹു നമുക്കെന്നും നിലനിർത്തി തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ والمسلمين وأذل الشرك والمشركين. ربنا لا تسلط علينا من لا يرحمنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.